അയ്യോ ഇതൊന്നും ഞങ്ങളുടെ വകയല്ല മനുസാർ തന്നയച്ചതാ. ചെയിൻ കൊടുക്കാൻ പോയി. അല്ല ഈ ചെയിൻ വാങ്ങാൻ പോയി. അതായത് ഈ ചെയിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഫോറിൻ കമ്പനി അവരുടെ ചെയിൻ ഓഫ് ഷോറൂംസ് ഇന്ത്യ തുടങ്ങാൻ പോവുക. അപ്പൊ അതിന്റെ പരസ്യത്തിന്റെ ഓർഡർ നമുക്ക് കിട്ടിയത്. അത് വാങ്ങാനാണ് മനുസാർ പോയത്. അല്ലേ ജീവ കൊടുത്തു കാണും. ഈ മനുവേട്ടൻ എന്ത് പണിയാ കാട്ടിയത്? അയ്യോ തീർന്നിട്ടില്ല, ഇനിയുണ്ട് ജീവ. ഡിയർ രഞ്ജു, ഡിയറസ്റ്റ് രഞ്ജു, 7 സ്വരങ്ങളിൽ തീർത്ത സംഗീതം പോലെ സ്നേഹത്തിന്റെ തന്ത്രികൾ മീട്ടി 7 ജന്മവും ഒന്നായി ജീവിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വന്തം മനു. ഇത് മനുവേട്ടൻ എഴുതിയതാണ്. അയ്യോ ഈ ജീവന്റെ ഒരു ജോക്കിങ്. മനുസാർ കവലകൾ എഴുതും. ജീനിയസ്. അതെ, മനുസാറിന്റെ കഴിവല്ല, ഈ സൗന്ദര്യം കണ്ട ആരും എഴുതി പോവും. പാവം മനുസാർ ആകെ ഡെസ്പറേറ്റ് ആയിട്ടാ പോയത്. അത് വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ ആനിവേഴ്സറി അല്ലേ, അതും ഭാര്യയോടൊപ്പം കഴിയേണ്ട ദിവസം. അത് മിസ്സായതിന്റെ വിഷമം. എന്തായാലും പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, കോടികളുടെ ഓർഡർ അല്ലേ. നീ പറയാതെ ഞാൻ എങ്ങനെയാ കേക്ക് മുറിക്കാൻ? അതിന് കേക്ക് എന്ന് പറഞ്ഞ പോലെ. പിന്നെ മൂക്കെന്നാ പറഞ്ഞത്? അതെ നമുക്ക് മൂക്ക് മുറിക്കാം. അപ്പൊ കേക്ക് മുറിക്കാം. ഇതാ കത്തി, നൈഫ് മുറിച്ചോ. മനുവേട്ടനില്ലാതെ അതിനെന്തിനാ മനുസാർ ഒരു കത്തി പോലെ? മനുസാർ ഇപ്പൊ എത്തും. ഇന്നത്തെ ഈവനിങ് ചേച്ചിക്ക് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുകയാണ്. എന്തൊക്കെയാ പ്ലാനിങ് എന്ന് അറിയോ? ബീച്ചിൽ ഒരു സ്റ്റാർ ഡിന്നർ, സെക്കൻഡ് ഷോ, പിന്നെ 3rd ഷോ. വലിയ സാർ അവിടെ മോളില്. ദൈവമേ അതെപ്പോഴായിരുന്നു? മോൾ എന്ന് പറഞ്ഞ മോൾ തന്നെ. ഞങ്ങളിപ്പോ വരാം, കേക്ക് മുറിക്കല്ലേ. അപ്പൊ ഓക്കെ സാർ, ഞാൻ പറഞ്ഞേക്കാം. മേനോ സാർ തിരിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് മനസ്സിലായില്ലേ? ബാലു എന്റെ അനിയന്റെ മോനാ. ഇത് മനസ്സിലായില്ലേ? എന്റെ വല്യച്ഛനാ. അതല്ലേ ഞാനും പറഞ്ഞേ. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞാലും തെറ്റൊന്നുമില്ലല്ലോ. പക്കല്ലേ? ഗുഡ് മോർണിംഗ് സാർ. വാ വാ വാ. അല്ല അവനെവിടെ? വേന്ദ്രൻ, മാനവേന്ദ്രൻ. മനുസാർ അല്പം തിരക്കില്ല, ഒരു എമർജൻസി മീറ്റിംഗ്. മനുസാറിന്റെ എമർജൻസി ഒക്കെ എനിക്കറിയാം. ഓവർ ടൈം ഡ്യൂട്ടി ആയിരിക്കും അല്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട് വല്ലിച്ച? സ്വന്തം വിവാഹത്തിന്റെ 1ാം വാർഷികോ പാവ രഞ്ജു വെഡിങ് ആനിവേഴ്സറി കേക്ക് വാങ്ങി വെച്ച് മെഴുകുതിരിയും കൊളുത്തി കാത്തിരിക്കുക. ഈ മണക്കൂസ് പെണ്ണിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലല്ലോ. അയ്യോ സാറുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. മനസ്സാറിനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. പനിനീർ പൂ പോലെ മൃദുലമാണ് അദ്ദേഹത്തിന്റെ ഹൃദയം. ഇല്ല കിച്ചു? അതെ അതെ. രഞ്ജു ചേച്ചി കാത്തിരിക്കുമെന്നും ഇന്ന് ഒരു മീറ്റിംഗിനും ഇല്ലെന്ന് പറഞ്ഞ് ഇറങ്ങിയതാ. പക്ഷെ എന്ത് ചെയ്യാം, നിവൃത്തിയില്ലല്ലോ. ഞാൻ ഓഫീസിലേക്ക് വിളിച്ചിരുന്നല്ലോ. അവിടെ ഇല്ലല്ലേ? ഞാൻ ഗസ്റ്റ് ഹൗസിലേക്കും വിളിച്ചു. അവിടെയും ഇല്ല. അപ്പൊ ക്ലബിൽ വിളിക്കായിരുന്നില്ലേ? വിളിച്ചില്ല. അവിടെയും ഇല്ല. ഞാൻ നേരിട്ട് പോയിരുന്നു. കുഴഞ്ഞു. അപ്പൊ അതെ കറക്റ്റ്. മനുസാർ അവിടെ കൊണ്ടെന്ന് ഞങ്ങളും പറഞ്ഞില്ലല്ലോ. ലഗൂൺ പാർക്ക് ഹോട്ടലിലെ മീറ്റിംഗ്. ലഗൂൺ പാർക്കിലാണോ മരിയ പാർക്കിലാണോ? ലഗൂൺ പാർക്ക്. ലഗൂൺ പാർക്കിൽ. എന്തോ ഊണ് കഴിക്കാൻ വരൂ. മനുവേട്ടൻ വരില്ല, എന്തോ തിരക്കാത്രേ. വരില്ല. നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. എന്താ ചെയ്ത്? ഇവര് അന്യരൊന്നല്ലല്ലോ. എന്റെ പൊന്നു മോളെ, നിനക്ക് അവൻ ഇനിയും മനസ്സിലായില്ലല്ലോ. ഇവളോട് ഇഷ്ടം തോന്നിട്ടൊന്നല്ല പരമേശ്വര, എന്റെ മടിശീലയിലെ ചക്രം കണ്ടിട്ടാ അവൻ ഇവളെ കയറി പ്രേമിച്ചത്. ഇപ്പോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഇപ്പൊ പിടിച്ച് പുറത്താക്കി വേറെ കെട്ടിച്ചു വിടും ഞാൻ ഇവളെ. ആ സിംഗപ്പൂർ ചക്കൻ ഇപ്പോഴും തയ്യാറാ. എന്നിട്ട് ആ സ്ഥാപനം ഞാൻ ഇവനെ ഏൽപ്പിക്കും. ഞാൻ അതൊന്നും മോഹിച്ചിട്ടല്ല. ഞാൻ മോഹിച്ചു. അച്ഛനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? മനുവേട്ടന്റെ ജോലിയും തിരക്കൊക്കെ എനിക്കറിയാം. പരമേശ്വരൻ മാമേ, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ മനുവേട്ടനോടുള്ള ഈ ദേഷ്യം. അതിന് സപ്പോർട്ട് ചെയ്യണ്ടേ ഇവിടെ ഒരാളും. എന്നാ ഞങ്ങൾ അങ്ങോട്ട് അടപ്രഥമം കൂട്ടി ഉണ്ടിട്ട് പോയാ മതിയുടെ പിള്ളേരെ. അവന്റെ പാട്ടിന് കൂത്താടുന്നത് നിങ്ങൾ കുറച്ച് പേരാണെന്ന് എനിക്കറിയാം. എന്റെ മരുമകൻ അതിന് ശേഷമല്ലേ അവൻ നിന്റെയൊക്കെ മുതലാളിയായത്. അത് പോട്ടെ, നീ ഇങ്ങോട്ട് വന്നേ. എന്താ? വാ. എന്ത് മീറ്റിംഗ് ആണെന്നാ പറഞ്ഞേ? ബ്യൂട്ടി കോൺടെസ്റ്റിന്റെ ആദ്യം ഈ സ്പോൺസേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, മോഡൽസുമായിട്ടുള്ള മീറ്റിംഗ്, ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടുള്ള മീറ്റിംഗ്, പിന്നെ മീറ്റിംഗ് എല്ലാ ശ്രദ്ധയും ബുദ്ധിയും മീറ്റിംഗ്. അല്പം തെറ്റിയാണ്ടല്ലോ. കവിതകൾ എന്റെ ബലഹീനതയാണ്. സ്ത്രീയെക്കുറിച്ച് പ്രശസ്തനായ ഒരു ആംഗലേയ കവി പാടിയത് എനിക്കറിയൂ. ഇല്ല. ഒരു നിമിഷം തരൂ നിന്നിൽ അലിയാൻ, ഒരു യുഗം തരൂ നിന്നെ അറിയാൻ. എത്ര പെട്ടെന്നാണ് ഞാൻ ആനിയെ അറിഞ്ഞത്. ഈ ജന്മാന്തരങ്ങളുടെ ബന്ധം എന്നൊക്കെ പറയാറില്ലേ, എന്നെന്നും ഇങ്ങനെ ഒന്നായി കഴിയാൻ ഒരു നൂൽ ബന്ധമായി ഈ ചെയിൻ ഇരിക്കട്ടെ. 22 ക്യാരറ്റ്സാ. ഇനി മുതൽ അങ്ങോട്ട് ഐ മാറ്റ് അഡ്വർടൈസിംഗ് കമ്പനിയുടെ അസറ്റ് ആയിരിക്കും ആനി. ഐ അഷ്വർ യു. ഓഹോ, അപ്പൊ ഇതാണല്ലേ നിന്റെ ലക്കി കൂപ്പൺ താമസിക്കുന്ന മാളം. ചെന്ന് മകടി ഊതി ഇറക്കി കൊണ്ടുപോവാ. ആരോടത്? പെൺകുട്ടികൾ മാത്രം താമസിക്കുന്നത് പുരുഷന്മാർക്ക് എന്തോടെ കാര്യം? താൻ പുരുഷനല്ലേ? ഞാൻ വാച്ച്മാൻ. ഓഹോ, മാനാണല്ലേ. ഞാൻ വിചാരിച്ചു മയിലാണെന്ന്. ചില ചേട്ടന്മാരെന്നെ സ്നേഹം കുടുംബം മയിലേ എന്ന് വിളിക്കാ. മയിലേന്ന് അല്ലേ? മയിലേ മയിലല്ല, മാനേ. ഇവൻ ഇവിടെ ആരെയോ കാണണോന്ന്. ഓ, അതവിടെ ഇരുന്നോട്ടെ. തനിക്കിവിടെ ആരെയോ കാണണ്ടേ? പിന്നെ പേര് മറന്നു പോയല്ലോ. എന്താ അവളുടെ പേര്? അതെങ്ങനെ എനിക്കറിയാം?
രമണി, സരള, സരസു. രമണി സരളൊന്നുമല്ല. അപ്പൊ എന്റെ കയ്യിലെ സ്റ്റോക്ക് തീർന്നു. രമണിക്ക് എന്താണ് കുഴപ്പം? എനിക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒന്ന് പോടോടുന്നു. അതെ, ഇവിടുത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയുടെ പേരെന്താ? ഇവിടെ എല്ലാം സുന്ദരിമാരാ, ഞാനടക്കം. കൊതിയൻ. ദാ, ദേ. അതാണ് കുട്ടി. അതകിലയാ. കുട്ടിയെ തന്നെയാ കാണേണ്ടത്. താനും കൂടെ പോന്നെ, താനിവിടെ നിന്നിട്ടാ മതി. മാരീഡാണോ? അല്ല, ഞാനിപ്പൊ വരാം. വരണം. വരാടി. അഖില, എന്നെ ഓർമ്മയില്ലേ? ലക്കി കൂപ്പൺ. പിന്നെ ഓർക്കാതെ എന്താ ഇവിടെ? ഹായ് അഖില, ഞാൻ ലാൽ, ജീവൻ ലാൽ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കുട്ടിയെ കുറിച്ച് എന്നോട് ഇവൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ അതോ ജോലി ചെയ്യാണോ? എവിടെയാ വീട്? വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ മാരീഡാണോ? അച്ഛൻ married അല്ല. അമ്മ Married അല്ല. അപ്പൊ ലവ് മാരേജ് ആണല്ലേ? ഈ കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ അച്ഛനും അമ്മ ലവ് മാരേജ് ആയിരിക്കുന്നത്. അച്ഛൻ ഞാൻ പോണം. അല്ല, ഞാൻ ഈ കർച്ചീഫ് തരാൻ വന്നതാ. കളഞ്ഞിട്ടില്ല, കയ്യിലുണ്ട്. അല്ല, ഈ കർച്ചിപ്പ് കളയാതെ സൂക്ഷിക്കണമെന്ന് ഞാൻ അല്ല, പറയുകയല്ല. അന്ന് ബസ് കയറുമ്പോ അഖില അറിയാതെ ഇത് നിലത്ത് വീണു. ഞാൻ എടുക്കുമ്പോഴേക്കും ബസ് വിട്ടു. സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. താങ്ക് യു. എന്നാലും ഇതിനു വേണ്ടി മെനക്കെട്ട്. അയ്യോ. ഇറ്റ്സ് എ പ്ലഷർ. ഓക്കെ, എന്ന് വരട്ടെ. ബൈ. ബൈ. അല്ല അഖില, കിച്ചു, അഖില, എന്താ? കർച്ചീഫ് തിരിച്ചു തന്നതിന് ഒരു താങ്ക്സ് മാത്രമേ ഉള്ളൂ. പിന്നെന്താ വേണ്ടത്? പറയട്ടെ, കമോൺ. ഫ്രണ്ട്ഷിപ്പ്, ജസ്റ്റ് an outing, അത്രേ ഉള്ളൂ. ഓക്കെ, ഡൺ. താങ്ക് യു സോ മച്ച്. ഓക്കെ ആയോ? പകുതി ഓക്കെ. അപ്പൊ ബാക്കി പകുതി? ഛെ, എനിക്ക് പണി കൂടി. എന്റെ ലൂട്ടി കഴിഞ്ഞു. ഓടി പന്നിച്ചി. വെറുതെ കൊതിപ്പിച്ചു, ദുഷ്ടൻ. ഒരുപാട് സ്വപ്നങ്ങളുമായി നടന്ന ഒന്നും ഫലവത്താവില്ലെന്നാ പറയാറ്. എന്നാലും ഞാൻ സ്വപ്നം കാണും, അതിന് ചെലവൊന്നുമില്ലല്ലോ. കേക്കട്ടെ, എന്തൊക്കെയാ തന്റെ സ്വപ്നങ്ങള്? കിച്ചുവിനെ പോലെ ഒരുപാടൊന്നുമില്ല. ഒരേ ഒരു സ്വപ്നം. സ്വപ്നമെന്നോ ലക്ഷ്യമെന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം. സസ്പെൻസ് ഇടാതെ കാര്യം പറയടോ. ദേ, ആ കാണുന്ന വീട് കണ്ടോ? വീടോ? അതൊരു കൊട്ടാരം പോലെ ഉണ്ടല്ലോ. അതുപോലൊരു വീട് എനിക്ക് സ്വന്തമാക്കണം. എന്തിനാ ചിരിക്കുന്നത്? സിറ്റിയുടെ നടുക്കുള്ള ആ വീടിന് എന്ത് വില വരുമെന്നറിയോ? കുറഞ്ഞത് 1 കോടി. ആയിക്കോട്ടെ. കയ്യിലാകെ ഉള്ളത് മോഡലിംഗ്, എന്നിട്ടും സ്വപ്നം ചില്ലറയൊന്നുമല്ല. അതെ, അതിൽ കുറഞ്ഞ ഒരു സ്വപ്നവും എനിക്കില്ല. അത് ശരി. ഇനി ഈ സ്വപ്നം സഫലമായില്ലെങ്കിൽ എന്ത് ചെയ്യും? കോടീശ്വരനായ ഒരാളെ കല്യാണം കഴിക്കും, എന്നിട്ടത് സ്വന്തമാക്കും. അങ്ങനെ ഒരാൾ വരണ്ടേ? വന്നില്ലെങ്കിൽ അങ്ങനെ ഒരാളെ കണ്ടെത്തി ഞാനങ്ങ് പ്രേമിക്കും. ഓ, എന്തൊരു ബുദ്ധി. എന്നാലും വെറുതെ ഒന്ന് സങ്കല്പിക്കേ. ഓക്കെ. തന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി കോടീശ്വരനല്ലാത്ത ഒരു സാധാരണ ചെറുപ്പക്കാരനുമായി താൻ പ്രണയത്തിലായി. അല്ല, ജസ്റ്റ് ഇമാജിൻ. നോ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. 2 ദുർബലർ ചേർന്നാൽ ഒരിക്കലും ഒരു സ്വപ്നവും പൂവണിയില്ല. അതാണ് എന്റെ കണ്ടെത്തൽ. ഹേയ്, എന്തു പറ്റി? ഹേയ്, ഒന്നുമില്ല. താൻ വളരെ ഫ്രാങ്കാ. വലിയൊരു സത്യം എത്ര സിമ്പിളായി പറഞ്ഞു. ഹേ കിച്ചു, എന്റെ സ്വപ്നം ഫലിക്കോ? ദേ, അത് കണ്ടോ? പുതിയൊരു പുലരിയായി തിരിച്ചു വരാൻ ആഴിയിലേക്ക് ആണ്ടുപോകുന്ന സൂര്യൻ. ഈ സമയത്ത് ചിന്തിക്കുന്നൊക്കെ ഫലിക്കുന്ന ആര് പറഞ്ഞു? ഞാൻ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. Thank you. ഇത് കൊള്ളാം. നീ ഇതെവിടെയായിരുന്നു? ഞാൻ സ്റ്റേജിന്റെ പുറകിൽ ഒന്ന് റൂന്ത് കിട്ടി. അവിടെ ആവുമ്പോ മൊത്തമായിട്ട് കാണാമല്ലോ. പല ഷേപ്പിലല്ലേ പീസുകള്. ആദ്യം കണ്ടപ്പോ ഒന്നും പറയണ്ട അറിയാ, കുളിര് കോരിപ്പോയി. അങ്ങോട്ട് പോവാ. വേണ്ട, എനിക്ക് നിന്നെ പോലെ ഈ കാര്യത്തിൽ ആക്രാന്തമില്ല. ഇങ്ങനെ കാണുന്നതാണ് എന്റെ ഒരു സുഖം. ഇതിനൊരു 40 മാർക്ക് ഞാൻ കൊടുക്കും. നീയോ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. തൊലി വെളുപ്പ് മാത്രമേ ഉള്ളൂ. ഫീച്ചേഴ്സ് പോരാ. ടീച്ചേഴ്സ് അല്ലടാ, ഫീച്ചേഴ്സ്. എടാ കിച്ചു, ഇത് നിന്റെ ലക്കി കൂപ്പണല്ലേ? ഇത് ഏത് മാളത്തിൽ ഒളിച്ചിരുന്നു?
ടീച്ചേഴ്സ് ഓക്കെ ആണോ? ഡബിൾ ഓക്കെ. എങ്കിൽ ഇതിന് എത്ര മാർക്ക് കൊടുക്കാം? ഇതിന് മാർക്കല്ല, എന്റെ മനസ്സ് തന്നെ കൊടുത്തു കഴിഞ്ഞില്ലേ? ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. ഇവളെ നമുക്ക് വേണം. എത്ര പ്രതിഫലം ചോദിച്ചാലും കൊടുത്തരെ. കമ്പനിയുടെ പ്രസ്റ്റീജിയസ് മോഡലാക്കണം ഇവളെ. കറക്റ്റ്, ഞാനത് പറയാൻ തുടങ്ങിയായിരുന്നു. നീ ഇതൊന്നും കേൾക്കുന്നില്ലേ? യെസ് സർ, ഷീസ് നൈസ്, ബ്യൂട്ടിഫുൾ. എന്നാൽ അവളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് ഫിക്സ് ചെയ്യ് ഇപ്പൊ തന്നെ. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോകുമോ? നിനക്കെന്താ പറഞ്ഞാ മനസ്സിലാവാത്തത്? മനുസാറിന് വേണ്ടി എത്ര പെൺപിള്ളേരുടെ പുറകെ ഞാൻ പോയിട്ടുണ്ട്, എത്ര പേരുടെ തെറി കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുസാറിന്റെ താല്പര്യത്തിന് ഞാൻ കൂട്ടി നിന്നിട്ടുള്ളൂ. പക്ഷെ ആദ്യമായിട്ടാ എനിക്കൊരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയത്. ഇപ്പൊ അതും. എടാ മോനെ, നിന്റെ ജീവിത ലക്ഷ്യം എന്താ? സ്വന്തമായൊരു കമ്പനി, സന്തോഷകരമായൊരു ജീവിതം. ഇതൊക്കെ ആര് വിചാരിച്ചാ നടക്കുക? ഈ മുതലാളി ആണല്ലോ. തറവാട് കൈവിട്ടു പോകാതിരിക്കാൻ മാസാമാസം ഗംഗാധര മുതലാളിക്ക് പലിശ അയക്കുന്നില്ലേ? എവിടെന്നാ പണം? ഈ മുതലാളിയുടെ പോക്കറ്റിൽ നിന്ന്. മനുസാറ് സന്തോഷിക്കുന്നിടത്ത് നിന്റെ ജീവിതം രക്ഷപ്പെടുകയാണ്. അത് നീ മറക്കണ്ട. അതൊക്കെ ശരിയാ. എന്നാലും കുന്നാലും ഒന്നുമില്ല. തൽക്കാലം ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കും. ഇനി അവൾക്ക് നിന്നോട് വല്ലതുണ്ട്? അതുമില്ല. അവള് കോടീശ്വരനെ കെട്ടാൻ നടക്കുകയാണെന്ന് നീയല്ലേ പറഞ്ഞത്? എടാ കിച്ചു, സ്വപ്നങ്ങൾ നെയ്തുകൂട്ടാൻ മാത്രമേ നമുക്കൊക്കെ കഴിയൂ. അത് പ്രാവർത്തികമാക്കാൻ സമ്പത്ത് വേണം. എനിക്കോ നിനക്കോ അതില്ല. അതൊക്കെ അർഹിക്കുന്നവർക്ക് വിട്ടുകൊടുക്ക്. മുതലാളിയോട് കൂറുള്ള ഒരു തൊഴിലാളിയായി ജീവിക്കും. ഇനി ഒന്നും ആലോചിക്കണ്ട. ഐമാറ്റിലെ പുതിയ മോഡലായി അവളെ നിയമിച്ച കാര്യം നീ എന്ന് അറിയിക്കും. വാട ചക്കരെ. മിസ് അഖില, ഡയലോഗ് ഓക്കെ ആണ്, ഷോട്ട് റെഡിയാണ്, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു. ഓക്കെ, മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി സർ. കണ്ണ, ഈ ആംഗിൾ ഫിക്സ് ചെയ്തു. ഓക്കെ. അതെ, ഏത് ആംഗിളാ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഇതാണോ? എന്തിനാ? കോസ്റ്റ്യൂം കൊടുക്കാനാ? ആംഗിൾ ഒക്കെ ഞാൻ ഫിക്സ് ചെയ്തോളാം. താൻ പോയി കോസ്റ്റ്യൂം കൊടുക്കും. ചേടാ, ആംഗിൾ അനുസരിച്ചല്ലേ കോസ്റ്റ്യൂം കൊടുക്കാൻ പറ്റുള്ളൂ. സോറി മാഡം, ഞാൻ അല്പം തിരക്കിലായി പോയി. എല്ലായിടത്തും എന്റെ ഈ 2 കണ്ണുകൾ തന്നെ എത്തണം. കോസ്റ്റ്യൂം സെക്ഷൻ, ക്യാമറ സെക്ഷൻ, ലൈറ്റിംഗ് സെക്ഷൻ. ചുരുക്കി പറഞ്ഞ ഞാൻ ഇവിടുത്തെ ഒരു ഓൾറൗണ്ടറാ. ഇതാ മാഡത്തിന്റെ കോസ്റ്റ്യൂം. കോസ്റ്റ്യൂം അളവ് കറക്റ്റാ. ഇതിന്റെ ബാക്കി എവിടെ? ബാക്കിയാ? ഇല്ല, ഇത്രേ ഉള്ളൂ. അറേബ്യൻ ജ്വല്ലറിയുടെ ആഡ് എന്നല്ലേ പറഞ്ഞത്? അതെ, ആധുനിക നാരിയുടെ ആധുനിക സ്വർണ്ണ സങ്കല്പം. നോൺസെൻസ്. ഇത്തരം ഡ്രസ്സുകളൊന്നും ഞാൻ ധരിക്കില്ല. ധരിക്കില്ലേ? ഇതെന്ത് കൂത്താ? പിന്നെ ആര് ധരിക്കും? ഞാനാ? ലുക്ക്, അതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഞാനിത് ധരിക്കില്ല. ഇങ്ങോട്ട് നോക്കിയേ, കുട്ടി ഇത് ധരിച്ചില്ലെങ്കിൽ മുതലാളിയുടെ പണി കിട്ടുന്നത് എനിക്കായിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ? പോയി ഡയറക്ടറോട് പറ. അതെ, പണത്തിന്റെ പ്രശ്നമാണെങ്കിൽ മുതലാളിയോട് പറഞ്ഞ് ശരിയാക്കാം. തുണി കുറയും തോറും മണി കൂടും. Stop it! എന്താണോ ഇവിടെ? സാർ, ഈ കുട്ടി ഈ കോസ്റ്റ്യൂം ധരിക്കുന്നില്ല. കാര്യകാരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടും ധരിക്കുന്നില്ല. സാർ ഒന്ന് ധരിപ്പിക്കും. നിർത്തണം. എന്താ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? സ്ത്രീ ഒരു പ്രദർശന വസ്തുവാണെന്നോ, എന്ത് കൂത്താട്ടത്തിന് നിന്ന് തരണമെന്നോ? സ്ത്രീയെ ആദരിക്കാൻ അറിയാത്തവർ ഈ കമ്പനിയിൽ ജോലി ചെയ്യേണ്ടെന്ന് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്താണോ ഇത്? ഇതാണോ ഈ കുട്ടി ധരിക്കേണ്ടത്? ഇവിടെ ഷൂട്ട് ചെയ്യുന്ന ആഡ് ഫിലിമാണ്, ബ്ലൂ ഫിലിം അല്ല. ഓ സോറി മിസ് അഖില. കൊണ്ടുപോടോ. കോസ്റ്റ്യൂമിനല്ലല്ലോ സാർ പ്രാധാന്യം, സ്വർണ്ണാഭരണങ്ങളാൽ പൊതിഞ്ഞ ഈ സുന്ദര മേനിക്കല്ലേ. കോൺസെപ്റ്റ് വേണേ മാറ്റാം, പക്ഷെ സ്ത്രീയുടെ മനസ്സ്, സംസ്കാരം ഇത് മാറ്റാനാവില്ല. മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല. എന്താണോ ഇത്? പള്ളിയിലച്ഛന്റെ ലോഹയം. സ്ത്രീ ശരീരം മൂടിക്കെട്ടി വെക്കാനുള്ളതല്ല. അതിന്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ അല്പം കലാബോധം വേണം. ആഡ് ഫിലിമാണ് ഇവിടെ ഷൂട്ട് ചെയ്യുന്നത്, അല്ലാതെ കഥകളിയോ ഓട്ടംതുള്ളലോ ഒന്നുമല്ല. പോയി വല്ല ബിക്കിനിയോ മിനിസ്കർട്ടോ എടുത്തോണ്ട് വാടോ. ബി സെക്സ്.